അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 20 ബുധനാഴ്ച. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കി. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള എല്ലാ വിജ്ഞാപനവും റദ്ദാക്കിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പോലീസ് കേസുകൾ പിൻവലിക്കും. മഞ്ഞക്കുറ്റി നീക്കം ചെയ്യാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മിൽമ പാൽ വില കൂട്ടി. ലിറ്ററിന് 4 രൂപയാണ് കൂട്ടിയത്. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനമെടുത്തത്. വില വർധന ജൂൺ 1 പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിക്കാൻ നേരത്തെ സർക്കാർ അനുമതി നൽകിയിരുന്നു. ഓഗസ്റ്റ് 31 കാലാവധി അവസാനിപ്പിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ PSCക്ക് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കിയുള്ള ഫയൽ ഇന്നു രാവിലെ ഗവർണർക്ക് സമർപ്പിച്ചെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടെന്ന മന്ത്രി K മുരളീധരന്റെ പ്രസ്താവന ശരിയല്ല. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്ന ദിവസം രാത്രി തന്നെ വകുപ്പ് വിഭജന ചർച്ചകൾ പൂർത്തിയായി. ഫയൽ കൈമാറാൻ ഗവർണർ സ്ഥലത്തില്ലായിരുന്നു. തൃശൂരിലേക്ക് പോയ ഗവർണർ രാത്രിയാണ് തിരികെ വന്നതെന്നും സതീശൻ ചൂണ്ടിക്കാട്ടി. നാളെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രോടൈം സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കാൻ G സുധാകരൻ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തു. UDF സ്വതന്ത്രനായി വിജയിച്ച സുധാകരൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കർക്ക് മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രി VD സതീശനും മന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി സ്ഥാനം പ്രൊഫസർ KV തോമസ് രാജിവെച്ചു. കേരള ഹൗസിലെ മുറിയും വിട്ടുകൊടുത്തു. സ്വാശ്രയ കോളേജ് അധ്യാപകർക്കെല്ലാം UGC യോഗ്യത നിർബന്ധമാക്കി കണ്ണൂർ സർവകലാശാല ഉത്തരവിട്ടതോടെ അഫിലിയേറ്റഡ് കോളേജുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലേക്ക്. അധ്യാപകർക്ക് UGC യോഗ്യതയായ നെറ്റോ PhDയോ ഇല്ലെങ്കിൽ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കുമെന്നാണ് ഉത്തരവ്. ചോദ്യചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ NEET UG പരീക്ഷ നാളെ നടക്കും. പരീക്ഷ കർശന സുരക്ഷയോടെയും പിഴവുകൾ പരിഹരിച്ചും നടത്തണമെന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശിച്ചു. കേരയിൽ പദ്ധതി റദ്ദാക്കിയെങ്കിലും കേരളത്തിന്റെ അതിവേഗ യാത്ര അടഞ്ഞ അധ്യായമല്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ അതിവേഗ യാത്രയ്ക്കുള്ള പദ്ധതികൾ UDF സർക്കാർ ആലോചിക്കുമെന്നും വിശദമായ പഠനം നടത്തി അവതരിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സമുദായ നേതാക്കളുടെ തിണ്ണനിരങ്ങാൻ പോകരുതെന്ന് താൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. എന്നാൽ അത്തരം ചില ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി ആയതിനു ശേഷം ബിഷപ്സ് ഹൗസ് സന്ദർശിച്ചതിൽ എന്താണ് തെറ്റെന്നും അദ്ദേഹം ചോദിച്ചു. സംസ്ഥാനത്തെ സ്കൂൾ ജൂൺ 1 തന്നെ തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള വിപുലമായ തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണെന്ന് മന്ത്രി N ഷംസുദ്ദീൻ. തനിക്ക് വീട്ടിൽ നിന്ന് പോലും വിമർശനമുണ്ടെന്ന് MV ഗോവിന്ദൻ. വാർത്താ സമ്മേളനങ്ങളുടെ ശരീരഭാഷ ശരിയല്ലെന്ന് സമ്മതിച്ച സെക്രട്ടറി വീട്ടിൽ നിന്ന് പോലും വിമർശനമുണ്ടെന്നും കണ്ണാടിയിൽ നോക്കാറുണ്ടോയെന്നും പത്രസമ്മേളനങ്ങൾ വീണ്ടും കണ്ടു നോക്കണമെന്ന് മകൻ പറഞ്ഞെന്നും പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ചു. 2015 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ ഇദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറിയായാണ് നിയമിച്ചത്. പിണറായി വിജയൻ ഏകാധിപതിയെ പോലെ പ്രവർത്തിച്ചത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPI ഇടുക്കി ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം.
അവമതിപ്പുണ്ടാക്കുന്ന പ്രതികരണങ്ങളെ ജനം വെറുത്തു. ഇടതുപക്ഷ നേതാക്കളുടെ ശരീരഭാഷ ആളുകളെ അകറ്റി. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാത്തത് തിരിച്ചടിയായെന്നും യോഗം വിലയിരുത്തി. MLA ആകുന്നതിന് മുൻപേ മരിച്ച മാതാപിതാക്കളോടുള്ള സ്മരണ പുതുക്കാനാണ് അച്ഛന്റെ മുഴുവൻ പേര് സത്യപ്രതിജ്ഞാവേളയിൽ പറഞ്ഞതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അമ്മയുടെ പേരുകൂടി പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിന് അവസരം ലഭിക്കാത്തതിലാണ് സങ്കടം. രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ചാണ് വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ ആലപിച്ചത്. വേദിയിൽ ആലപിച്ചപ്പോഴാണ് ഇക്കാര്യം അറിഞ്ഞത്. തടസ്സപ്പെടുത്താൻ കഴിയില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ പൂജാ സാധനങ്ങൾ സൗജന്യമായി നൽകുന്നയാൾ ദേവസ്വം ബോർഡിന് ഇന്നോവ കാറും നൽകിയെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി. സന്നിധാനത്ത് തങ്ങുന്നതിന് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയ കൊല്ലം സ്വദേശിയായ സുനിൽ കുമാർ എന്ന സുനിൽ സ്വാമി പൂജാ സാധനങ്ങൾ സൗജന്യമായി വാങ്ങി നൽകുന്നതിന്റെ പണം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എഴുതിയെടുക്കുന്നതായി വിജിലൻസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസിലെ 1-ാം പ്രതി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് LDF സർക്കാർ പടിയിറങ്ങുന്നതിന് തൊട്ടുമുൻപ് ജയിൽ വകുപ്പ് കൂട്ടപ്പരോൾ അനുവദിച്ചതായി കണ്ടെത്തി. 1-ാം പ്രതി പീതാംബരൻ, 4-ാം പ്രതി അനിൽ, 5-ാം പ്രതി ഗിജിൻ, 7-ാം പ്രതി അശ്വിൻ, 15-ാം പ്രതി സുരേന്ദ്രൻ എന്നിവർക്കാണ് പരോൾ അനുവദിച്ചത്. രാഹുൽ മങ്കൂട്ടത്തിലിനെതിരെ ആരോപണമുന്നയിച്ച റിനി ആൻഡ് ജോർജിനെ സത്യപ്രതിജ്ഞാ സദസ്സിൽ കൂവിയതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി VD സതീശൻ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആരെയും അപമാനിക്കരുതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. സൈബർ ഇടത്തിൽ ഏറ്റവും അപമാനിക്കപ്പെടുന്നത് വനിതാ മാധ്യമ പ്രവർത്തകരാണെന്നും അതിനു പിന്നിൽ ആരെന്ന് എല്ലാവർക്കും അറിയില്ലേയെന്നും ചോദിച്ചു. മോഡലിംഗിന്റെ മറവിൽ യുവതിയെ വിദേശത്തെത്തിച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതി വ്യാജമെന്ന് പ്രതി അലീനയുടെ സുഹൃത്ത് ഔറംഗസീബ്. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. കെട്ടിച്ചമച്ച ഈ കേസ് നാളെ പൊട്ടിത്തകർന്ന് വീഴുമെന്ന് ഇൻസ്റ്റഗ്രാമിലൂടെ അദ്ദേഹം പ്രതികരിച്ചു. 25-കാരിയുടെ പരാതിയിൽ 2 യുവതികൾ മരട് പോലീസിന്റെ പിടിയിലാണ്. കോഴിക്കോട് പേരാമ്പ്രയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തിയ സംഭവത്തിൽ മരിച്ച സോന സംഭവത്തിന് മുൻപ് പെട്രോൾ പമ്പിൽ നിന്ന് ക്യാനിൽ പെട്രോൾ വാങ്ങിയതായി പോലീസ് സ്ഥിരീകരിച്ചു. ആത്മഹത്യയാണോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൊച്ചിയിലെ വാട്ടർ മെട്രോ മാതൃകയാക്കി രാജ്യത്തെ വിവിധ നഗരങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. ഗോഹട്ടി, ശ്രീനഗർ, പാട്ന, വാരാണസി, അയോധ്യ അടക്കം 18 നഗരങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായി വാട്ടർ മെട്രോ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ് എന്തു ചെയ്യും ചേട്ടാ, പേടിക്കണ്ട ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ, ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേണി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. റിസർവ് ബാങ്ക് ലാഭവിഹിതമായി ഏകദേശം 3 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറും. കഴിഞ്ഞ വർഷം 2.7 ലക്ഷം കോടി രൂപയായിരുന്നു നൽകിയത്. ലാഭവിഹിതം കൈമാറുന്നതിന് അംഗീകാരം നൽകാനായി RBI ബോർഡ് വെള്ളിയാഴ്ച യോഗം ചേരും. ഡൽഹിയിൽ 46 ഡിഗ്രി സെൽഷ്യസ് താപനില. സാധാരണത്തേക്കാൾ 4.7 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടുതലാണ്. സുപ്രീം കോടതി ജഡ്ജിയുടെ പരാമർശത്തിൽ നിന്ന് ഉടലെടുത്ത കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സമൂഹ മാധ്യമ പ്രസ്ഥാനം യുവജന പ്രതിഷേധത്തിന്റെ പുതിയ മുഖമാകുന്നു. അഭിജിത്ത് ദീപ് കെ സ്ഥാപിച്ച ഈ കൂട്ടായ്മ രാഷ്ട്രീയ പരിഹാസത്തിലൂടെ തൊഴിലില്ലായ്മ, അഴിമതി തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് ദേശീയ ശ്രദ്ധ നേടുകയാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആദ്യമായി ഇന്ത്യയിലേക്ക്. 4 ദിവസത്തെ സന്ദർശനത്തിനായി 23-ന് മാർക്കോ റൂബിയോ ഡൽഹിയിലെത്തും. ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി റൂബിയോ വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം എന്നീ മേഖലകളിലെ തുടർ സഹകരണം ചർച്ച ചെയ്യും. കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ എന്നീ നഗരങ്ങളിൽ റൂബിയോ സന്ദർശനം നടത്തി 26-ന് തിരികെ പോകും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി മോദി കൂടിക്കാഴ്ച നടത്തി. ഇരുവരും ഒരേ കാറിൽ സഞ്ചരിച്ച് റോമിലെ പ്രശസ്തമായ കൊളോസിയം സന്ദർശിച്ചു. മെലോണിയുടെ അത്താഴ വിരുന്നിൽ മോദി പങ്കെടുത്തു. മോദിക്കൊപ്പമുള്ള സെൽഫി റോമിലേക്ക് സ്വാഗതം എന്ന കുറിപ്പോടെ മെലോണി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ മോദിയും പങ്കുവച്ചിട്ടുണ്ട്. നോർവേയിലെ ഏറ്റവും വലിയ പത്രമായ ആഫ്റ്റൻ പോസ്റ്റൻ വിവാദത്തിൽ. നോർവേയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാമ്പാട്ടിയായി ചിത്രീകരിക്കുകയും പാമ്പിനു പകരം ഒരു പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കുന്ന പൈപ്പ് കൈകളിൽ
പിടിച്ചിരിക്കുന്നതുമായ കാർട്ടൂണാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കാർട്ടൂൺ വംശീയ അധിക്ഷേപമാണെന്ന് ആരോപണം ഉയർന്നു. ഇന്ത്യ ഉൾപ്പെടെ 90 രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കുള്ള വിസ രഹിത താമസ കാലാവധി തായ്ലാന്റ് വെട്ടിക്കുറച്ചു. സമാധാന കരാറിൽ ഒപ്പുവച്ചില്ലെങ്കിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. യുദ്ധം വേഗത്തിൽ അവസാനിക്കുമെന്നും ഇറാൻ നേതാക്കൾ കരാറിനായി യാചിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.